ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. എട്ടാമത്തെ ശ്ലോകം. താവത് വിബോധവിമലം പ്രണുവന്തമേനമാഭാഷഥ ത്വമവഗമ്യ തദീയഭാവം. താവദ്വിബോധവിമലം പ്രണുവന്തമേനമാഭാഷതാസ്ത്വമവഗമ്യ തദീയഭാവം. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ. സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. അർത്ഥം നോക്കാം. താവത് വിബോധവിമലം. അപ്പോഴേക്കും ആ കവിളിൽ ശംഖം കൊണ്ട് സ്പർശിച്ചപ്പോഴേക്കും വിശിഷ്ടമായ ബോധത്താൽ, ജ്ഞാനത്താൽ മനോമാലിന്യമെല്ലാം അകന്നവനും പ്രണുവന്തമ്യേനം പ്രകർഷേണ ധാരാളമായും അസലായും തുതിക്കുന്നവനും ആയ ഇവനോട് ധ്രുവകുമാരനോട് തദീയഭാവം അവഗമ്യത്വം ആഭാഷത. അവൻ്റെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് അരുളി ചെയ്തു. ധ്രുവ ചിരം രാജ്യം സമനുഭൂയ. അല്ലയോ ധ്രുവ, വളരെ കാലം രാജ്യം നന്നായി അനുഭവിച്ചിട്ട് പിന്നെ ഭൂയാ സർവോത്തരം, പിന്നെ എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതും വിനിവൃത്തിഹീനം പുനരാവൃത്തിയില്ലാത്തതുമായ പദം ഭജസ്വ, ആ സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളുക എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ഭഗവാനെ തുതിക്കുമ്പോൾ അത്ര നല്ല സ്തുതിയായിരിക്കുമല്ലോ ധ്രുവൻ തുതിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ വിബോധവിമലം എന്നുള്ള ഒരു വിശേഷമായിട്ടുള്ള വാക്ക് ഭട്ടതിരിപ്പാട് ഉപയോഗിച്ചു എന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പദം മുറിച്ച് നോക്കാം. താവത് വിബോധവിമലം എന്നാണ്. താവത് വിബോധവിമലം. താവത് വിബോധവിമലം. വിബോധവിമലം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ബോധമുണ്ടായി എന്നർത്ഥം. പ്രണുവന്തമേനം. പ്രണുവന്തം ഏനം. അതാണ് പ്രണുവന്തം ഏനം. ആഭാഷത. ആഭാഷത അല്ല, പ്രണുവന്തം ഏനം ആഭാഷതാഃ ത്വമവഗമ്യ തദീയഭാവം. ആഭാഷതാസ്ത്വമവഗമ്യ തദീയഭാവം. അങ്ങനെ വായിക്കാം. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ. സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഇനി നമുക്ക് യൂണിറ്റ് ചൊല്ലാം. താവത് വിബോധവിമലം പ്രണുവന്തമേനം. താവത് വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷതാ ത്വമവഗമ്യ തദീയഭാവം. ആഭാഷതാഃ ത്വം അവഗമ്യ തദീയഭാവം. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ. രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ. സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഇനി 9ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യൂചുഷി ത്വയി ഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതഃ. ഇത്യൂചുഷി ത്വയി ഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതഃ. രേമേ ചിരം ഭവദനുഗ്രഹപൂർണ്ണകാമസ്താദേ ഗതേ ച വനമാധൃതരാജ്യഭാരഃ. രേമേ ചിരം ഭവദനുഗ്രഹ പൂർണ്ണകാമസ്താദേ ഗതേ ച വനമാധൃത രാജ്യഭാരഃ. അർത്ഥം നോക്കാം. ത്വയി ഇതി ഊചുഷി ഗതേ. അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്ത് അന്തർധാനം ചെയ്തതിനു ശേഷം നൃപനന്ദന അസൗ, രാജകുമാരനായ ഈ ധ്രുവൻ ആനന്ദിതാഖില ജനഃ നഗരീമുപേത, സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായും കൊണ്ട് നഗരത്തിലേക്ക് വന്നിട്ട് താതേ വനേം വനം ഗതേ സതിജ ആദിതരാജ്യഭാരഃ. യഥാകാലം അച്ഛൻ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചപ്പോൾ രാജ്യഭരണത്തെ കൈക്കൊണ്ടവനായി ഭവദനുഗ്രഹ പൂർണ്ണകാമഃ, അങ്ങയുടെ പൂർണ്ണാനുഗ്രഹത്താൽ സമസ്ത കാമങ്ങളും സാധിച്ചവനായി ചിരം രേമേ, വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതോടു കൂടിയിട്ട് ഭഗവത് ദർശനം കിട്ടിയ കുട്ടിയല്ലേ, എല്ലാവർക്കും വലിയ സന്തോഷമായി. ധ്രുവനെ നല്ല പോലെ സ്വീകരിച്ചു. അങ്ങനെ ആ കുട്ടി 5 വയസ്സിൽ ഭഗവാനെ കണ്ടുവന്ന കുട്ടി നഗരത്തിലെത്തിയപ്പോൾ വാദ്യഘോഷങ്ങളോടും എല്ലാ വിധത്തിലുള്ള അലങ്കാരങ്ങളോടും കൂടി കുട്ടിയെ സ്വീകരിച്ചു. അമ്മമാരെയൊക്കെ നമസ്കരിച്ചു, അച്ഛനെ നമസ്കരിച്ചു, അനിയനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അച്ഛന് 60 വയസ്സ് കഴിഞ്ഞപ്പോൾ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോയി.
അപ്പോൾ രാജ്യഭരണത്തെ ഏറ്റിട്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചത് എന്ന് പറയുകയാണ്. വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി. ഇനി നമുക്ക് ഒന്ന് പദം മുറിച്ച് നോക്കാം. ഇത്യൂചുഷി, ഇതി ഊചുഷി എന്നാണ്, പ്രകാരം അരുളി ചെയ്തു എന്നാണ്. ഇത്യൂചുഷി ത്വയികതേ നൃപനന്ദനോസാവാനന്ദിതാഖില ജനോ, നൃപനന്ദനോസൗ ആനന്ദിതാഖില ജനോ, അങ്ങനെ വായിക്കാം. ഇത്യൂചുഷി ത്വയികതേ നൃപനന്ദനോസൗ ആനന്ദിതാഖില ജനോ നഗരീം ഉപേത, നഗരീം ഉപേത എന്നുള്ളത് നഗരീം ഉപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണ്ണകാമ താതേകതേ, സ്ഥാതേ എന്നുണ്ട്, പൂർണ്ണകാമ താതേ, പൂർണ്ണകാമ താതേ എന്ന് മതി. ഗതേച്ച വനമാതൃതരാജ്യഭാര, വനം ആതൃതരാജ്യഭാര, അതൊക്കെ വലിയ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. സ്ഥാതയല്ല, താതേ, അച്ഛൻ ആണ് വരിക, അത് മാത്രം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ട്യൂണിൽ ചെല്ലാം. ഇത്യൂചുഷിത്വൈകതേ നൃപനന്ദനോസൗ ആനന്ദിതാഖില ജനോ നഗരീമുപേത, ഇത്യൂചുഷിത്വൈകതേ നൃപനന്ദനോസൗ ആനന്ദിതാഖില ജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണ്ണകാമഃ, രേമേ ചിരം ഭവദനുഗ്രഹപൂർണ്ണകാമഃ താതേ ഗതേ ച വനമാതൃതരാജ്യഭാരഃ, താതേ ഗതേ ച വനം ആതൃതരാജ്യഭാരഃ. ഈ 10ാമത്തെ ശ്ലോകം. ധ്രുവൻ്റെ ഭ്രാതൃവാത്സല്യവും പരാക്രമവും ഭക്തിരാർഢ്യവുമാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭഗവാന്റെ മുന്നിൽ ഭട്ടതിരി അവതരിപ്പിച്ചത്. അത് നമുക്ക് ചൊല്ലി നോക്കാം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ, യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സ യുദ്ധനിരതോ വിരതോ മനൂത്യ, യക്ഷൈ സ യുദ്ധനിരതോ വിരതോ മനൂത്യ ശാന്ത്യാ പ്രസന്ന ഹൃദയാധനധാതുപേദാത്, ശാന്ത്യാ പ്രസന്ന ഹൃദയാധനധാതുപേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോന്മഹാത്മാ, ത്വഭക്തിമേവ സുദൃഢാം അവർണോന്മഹാത്മാ. ഇനി അർത്ഥം നോക്കാം. ഹേ ദേവ പുനഃ അസ്മിൻ ഉത്തമേ യക്ഷേണ നിഹതേ, അല്ലയോ ഭഗവാനെ, ഇനിയൊരിക്കൽ ഈ ഉത്തമനെ ഒരു യക്ഷൻ സംഹരിച്ചപ്പോൾ സ യക്ഷൈ യുദ്ധനിരത, ആ ധ്രുവൻ യക്ഷന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും മനുത്യാവിരത, മനുവിൻ്റെ വാക്ക് ഹേതുവായിട്ട് യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ശാന്ത്യ പ്രസന്ന ഹൃദയാത്, ധ്രുവൻ്റെ ശരഗുണം ശമഗുണം ക്ഷമാശീലം കണ്ട് ഉള്ളു തെളിഞ്ഞു വന്ന വൈശ്രവണനിൽ നിന്ന് ഉപേതാത് ധനതാത്, ധനതൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ, മഹാത്മാ സുഴാം, മഹാത്മാവായ ധ്രുവൻ നന്നായി ഉറപ്പുള്ള തീരെ അചഞ്ചലമായ ത്വദ്ഭക്തിം ഏവ അവർണോത്, ഭഗവത്ഭക്തിയെ മാത്രം പരമായിട്ട് ആവശ്യപ്പെട്ടു. ഉത്തമൻ ഒരിക്കൽ നായാട്ടിന് പോയി. കാട്ടിൽ വെച്ച് ഒരു യക്ഷനുമായി ഏറ്റുമുട്ടി. യക്ഷൻ ഉത്തമനെ കൊന്നു. ഭ്രാതൃവത്സനായ ധ്രുവൻ യക്ഷന്മാരുടെ യുദ്ധത്തിനൊരുങ്ങി. പിതാമഹനായ സ്വയംഭൂമനു അതിനെ തടഞ്ഞു. ധ്രുവൻ യുദ്ധം നിർത്തി. യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ സന്തുഷ്ടനായി വന്ന് എന്ത് വരം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോൾ സുദൃഢമായ ഭഗവത്ഭക്തി മാത്രം മതി എന്നാണ് മഹാത്മാവായ ധ്രുവൻ പറഞ്ഞത്. ഇനി നമുക്ക് പദം മുറിച്ച് നോക്കാം. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ, പുനഃ ഉത്തമേസ്മിൻ, ഉത്തമൻ, ഉത്തമൻ എന്നാണ് പേര്, രുത്തമനല്ല, പുനഃ ഉത്തമേസ്മിൻ അങ്ങനെ വായിക്കണം. യക്ഷൈസ യുദ്ധനിരതോ വിരതോ മനൂത്യ ശാന്ത്യ പ്രസന്ന ഹൃദയാത് ധനധാതുഭേദാത്, ധന്നുണ്ട്, ശാന്ത്യ പ്രസന്ന ഹൃദയാത് ധനധാതുഭേദാത് അങ്ങനെ വായിക്കണം. ധനധൻ എന്ന് പറഞ്ഞാൽ കുബേരൻ. ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോന്മഹാത്മാ, സുദൃഢാം അവർണോന്നുണ്ട്, സുദൃഢാം അവർണോത് മഹാത്മാ. ഇനി ട്യൂണിൽ ചെല്ലാം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനൂത്യ, യക്ഷേണ ദേവ നിഹതേ പുനഃ ഉത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനൂത്യ ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ധനധാതുഭേദാത്, ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ധനധാതുഭേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോത് മഹാത്മാ, ത്വദ്ഭക്തിമേവ സുദൃഢാം അവർണോത് മഹാത്മാ. ഇനി 11ാമത്തെ ശ്ലോകം.
അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലന ലോലധീസ്ത്വം ഏവം സ്വഭൃത്യജനപാലന ലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൂഖാൻ വാതാലയാധിപ നിരുന്ധി മമാമയൂഖാൻ. ഇനി അർത്ഥം നോക്കാം. അന്തേ അയം ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞ പ്രകാരം എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. അവസാനം വിരക്തനായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ശരീരം വിടാറായി. ഭവത് പുരുഷനീത വിമാനം വിമാനയാത അങ്ങയുടെ ആളുകൾ കൊണ്ടുചെന്ന വിമാനത്തിൽ കയറിപ്പോയിട്ട് മാത്രാസമം ധ്രുവപദേ മുദിത ആസ്തേ അമ്മയോടുകൂടി ധ്രുവലോകത്തിൽ സന്തുഷ്ടനായും കൊണ്ട് ഇന്നും ഇരുന്നരുളുന്നു. പാതാലയാധിപ ഗുരുവായൂരപ്പ ഏവം സ്വഭൃത്യജനപാലന ലോലധീഹി ത്വം. ഇപ്രകാരം തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഉള്ളാലെ അത്യന്ത തൽപരനായ അവിടുന്ന് മമ ആമയോഖാൻ നിരുന്ധി എൻ്റെ എല്ലാ രോഗങ്ങളെയും തീർത്തു തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം ഭഗവാന്റെ തൃക്കാൽക്കൽ നമ്മുടെ ഭട്ടതിരിപ്പാട് സമർപ്പിച്ചത്. ധ്രുവചരിതം അതിഗംഭീരമായിട്ട് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചു. ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ 8-ാം അധ്യായം മുതൽ 12 വരെയുള്ള 4 അധ്യായങ്ങൾ പറഞ്ഞു. തന്നെയാണ് ഇവിടെ 11 ശ്ലോകങ്ങളെ കൊണ്ട് ചുരുക്കി ഒന്നും വിട്ടുപോകാതെ വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചു. ഇനി എങ്ങനെയാണ് പദം മുറിക്കാം നോക്കാം. അന്തേ ഭവത് പുരുഷനീതമിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലന ലോലധീഹി ത്വം. ലോലധീസ്ത്വം എന്ന് വായിക്കാം. പാതാലയാധിപ നിരുന്ധി മമാമയൂഖാൻ. മമ ആമയൂഖാൻ എന്നാണ്. അതാണ് മമാമയൂഖാൻ. ആമയൂഖം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ എന്നാണ് അർത്ഥം. ഏതായാലും ഭട്ടതിരിപ്പാട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ധ്രുവചരിതം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചതുപോലെ നമുക്കും ഓരോരുത്തർക്കും ആ ഉണ്ണിക്കണ്ണൻ തൃക്കാൽക്കൽ സമർപ്പിക്കാം. ധ്രുവനെ പോലുള്ള സുദൃഢമായ ഭക്തി എന്തു വന്നാലും ഇളകാത്ത ഭക്തി തരണേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞിക്കാലുകളിൽ നമുക്കും സമർപ്പിക്കാം. ഇനി ഇത് ട്യൂണിൽ ചൊല്ലി നോക്കാം. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൂഖാൻ വാതാലയാധിപ നിരുന്ധി മമാമയൂഖാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്വഭൃത്യപാലന ഭഗവാനെ സ്വഭൃത്യ ജനപാലന ലോലധീസ്ത്വം എന്നാണ് ഗുരുവായൂരപ്പനോട് പറഞ്ഞത്. അങ്ങയുടെ ഭൃത്യന്മാരെ പാലിക്കുന്നതിൽ താല്പര്യമുള്ള ഹേ മഹാപ്രഭുവായ ഗുരുവായൂരപ്പ അങ്ങയുടെ തിരുമുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഈ അടിയനാവുന്നത് പോലെ അവിടുത്തെ കീർത്തിക്കുന്നുണ്ട്. ഭാഗവതത്തിനെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സാരം അതിൻ്റെ രസം അങ്ങേക്ക് ഞാൻ തരുന്നുണ്ടല്ലോ. ആ ഭാഗവതമാവുന്ന പാൽക്കടൽ കടഞ്ഞ് അതിലുള്ള ആ ഉരുണ്ടുകൂടുന്ന അതിമനോഹരമായിട്ടുള്ള പുതുവെണ്ണ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പ. അങ്ങ് സന്തോഷിക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഓരോരോ ദശകവും ഭട്ടതിരിപ്പാട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ആ ഒരു ഭാവനയോടുകൂടി നമുക്കും ഭഗവാനോട് അങ്ങനെ തന്നെ സമർപ്പിക്കാം ഭഗവാന്റെ പാദങ്ങളിൽ. ഇപ്രകാരം ഭട്ടതിരിപ്പാടുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്ത് ആ മഹാനെ ഇന്നും നമ്മുടെ ഇടയിൽ സ്മരിക്കാനും നാരായണീയം പഠിച്ച് എല്ലാ സുഖങ്ങൾ കിട്ടാനും അനുഗ്രഹിച്ചു. അതുപോലെ നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം നമുക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ ഭഗവത് തൃപ്പാദങ്ങളിൽ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഓരോരോ ദശകവും ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും വളരെ ഔത്സുക്യത്തോടു കൂടിയിട്ട് ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കി ഭട്ടതിരിപ്പാട് ചോദിക്കുമത്രേ, ഹേ മഹാപ്രഭു, ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഭാഗവതത്തിൽ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഭഗവാനും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് തലയാട്ടി സമ്മതിക്കും, കയ്യൊപ്പ് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഈ നാരായണീയം രചിച്ചിട്ടുള്ളത് എന്നാണ് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നത്. ഏതായാലും ഈ ദിവ്യമായ ഗ്രന്ഥം
നമുക്ക് കിട്ടിയതിൽ നമ്മൾ മഹാഭാഗ്യശാലികളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്ത് വേണം? ഇതൊന്ന് വെറുതെ ഇരുന്ന് വായിച്ചാൽ മതി, അല്ലാതെ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിളക്കും കൂടി കൊളുത്തണ്ടെന്നാണ് പറയുന്നത്. ആ ഭഗവാനെ, ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്